നോമ്പുകാലം തുടങ്ങിയാൽ ദുബൈയിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേഷൻ നടക്കുന്നത് കരാമയിലാണ്. അതെ, കരാമ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ തുടങ്ങിയിരിക്കുകയാണ്. മാർച്ച് 6 മുതൽ 23 വരെയാണ് കരാമ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഏകദേശം 55-ലേറെ ഭക്ഷ്യ സ്ഥാപനങ്ങളാണ് ഇതിന്റെ ഭാഗമാകുന്നത്. സുറുക്ക പിടിച്ച നല്ല ഉപ്പൊക്കെ ഉള്ള പൈനാപ്പിള്, ഉപ്പിലിട്ടത്, മാങ്ങയുണ്ട്, ജാതിക്കയുണ്ട്, കണ്ണിമാങ്ങയുണ്ട്, നെല്ലിക്കയുണ്ട്, പൈനാപ്പിൾ ഉണ്ട്, പുളിക്ക് സർബത്തുകളുണ്ട്, പല പല നമുക്ക് സ്പൈസി ഡ്രിങ്ക്സുകളുണ്ട്. ഗംഭീരം. എല്ലാവർക്കും റമദാൻ കരീം. നമ്മൾ അബുദാബിയിലാണ് വരുന്നത്, ഇവരല്ലോ ദുബായ്ക്കാരാ. റമദാൻ വൈബ് തുടങ്ങുന്നെന്ന് അറിഞ്ഞിട്ട് നമ്മള് അബുദാബിന്നുള്ള അബുദാബിന്ന് വന്നതാണ്. അതെ, മെയിനായിട്ട് നമ്മള് ചെറ്റൈസും ഇതൊക്കെ തിന്നാൻ വേണ്ടിട്ടാ വന്നത്. അപ്പൊ എല്ലാം ടേസ്റ്റ് ചെയ്തിട്ട് തന്നെ പോവുള്ളൂ. റമദാൻ വൈബ് ഓണായോ കരാമയില്? ഓണായി. എവിടുന്നാ വരുന്നത്? അലൈൻ. എല്ലാ വർഷം വരാറുണ്ട്? എല്ലാ വർഷവും വരാറുണ്ട്. ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്തോ? ഫുഡ് എല്ലാം ട്രൈ ചെയ്ത്. കരാമയിലെ ഒരു കച്ചവടക്കാരനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹത്തോട് ചോദിക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ വൈബ്. നമ്മളെ കരാമ എന്നുള്ള തീമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് നമ്മളിപ്പോൾ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സാധാരണ ഉപ്പിലിട്ട ഐറ്റംസ്, കുലുക്കി സർബത്ത്, ഐസ് വഴുതിയത്, ചിക്കൻ ടിക്ക, ചിക്കൻ ചാർക്കോള്, മലയാളികൾ എല്ലാവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എങ്ങനെയുണ്ട് റമദാൻ വൈബ്? അടിപൊളിയാണ്. പുട്ട്, പൊറാട്ട, നെയ്ച്ചോറ്, ഒരു മുട്ട പെപ്സി, ഒരു ചിക്കൻ പെപ്സി, ഒക്കെ ഓർഡർ ചെയ്യും. പൊറോട്ട. അപ്പോൾ ഇവരാണ് ശരിക്കും സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. ഇവിടെ കരാമയിൽ എന്തൊക്കെയാണോ ലഭിക്കുന്നത് അതൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഉപ്പിലിട്ട ഐറ്റംസ് ചൗ ചൗ, മാംഗോ, പൈനാപ്പിള്, പിന്നെ നമ്മളെ ഒരു സ്പെഷ്യൽ ഡിഷാണ് നമ്മളെ കണ്ണൂരിൽ മാത്രമായിട്ട് കണ്ടുവരുന്ന ഒരു സ്പെഷ്യലാണ് മാംഗോ മസാല എന്ന് പറയും. അതുപോലെ തന്നെ പൈനാപ്പിൾ മസാല ഉണ്ട്. പൈനാപ്പിൾ പൊട്ടിത്തെറി. എങ്ങനെയുണ്ട് സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ? നല്ലതാണ്. റമദാൻ സമയത്ത് കരാമയിൽ വരുന്ന ഒരു വേറെ തന്നെ വൈബാണ്. നാട്ടിലിവിടെ കണ്ണൂര്. കണ്ണൂരാണ്. നാട്ടിലൊരു ഫീൽ കിട്ടുന്നുണ്ടോ ഇവിടെ? ഓ, ഐക്യര മക്കാനി മീൻസ് ഒബ്വിയസ്ലി. അതിനു വേണ്ടിട്ട് തന്നെയാണ് വന്നത്. ആ, ഫസ്റ്റ് ടൈം ഞാൻ ഫീഡ് ചെയ്യുകയാണ്. ഹീസ് ഫ്രം തൃശ്ശൂർ. ഓക്കെ. അപ്പൊ അവൻ ആദ്യമായിട്ടാണ് ചരണ്ടി കണ്ണൂർ കോഴിക്കോട് സ്പെഷ്യൽ കൊടുക്കുന്നത്. ഓക്കെ. ഇഷ്ടപ്പെട്ടോ? പിന്നെ അമേസിംഗ്.